ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഏതൊരു മൊബൈൽ ഫോണിൻ്റെ ആയിക്കോട്ടെ, കീപാഡ് ആയിക്കോട്ടെ, ടച്ച് ആയിക്കോട്ടെ, ഇതിൻ്റെ ലോഗോ വന്ന് നിൽക്കുന്ന കംപ്ലൈൻറ്റ്, ഹാങ് ആകുന്ന കംപ്ലൈൻറ്റ്, റീസ്റ്റാർട്ട് ആകുന്ന കംപ്ലൈൻറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് 10 ടിപ്സിന് മുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഫോൺ ഓൺ ആകുന്നുണ്ട്, ഇത് ഹാങ് ആകുന്നു മാത്രമേ ഉള്ളൂ, അല്ലെ റീസ്റ്റാർട്ട് ആകുന്നു, അങ്ങനെയുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകൾ പറയാം. അതിലാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക. അതിൽ ഏറ്റവും താഴെ എബൌട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക. അതിൽ ഡെവലപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊരു 7 തവണ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് 7 തവണ ടാപ്പ് ചെയ്യുക, ബാക്ക് വന്നു കഴിയുമ്പോൾ ഒന്ന് പുറകോട്ടടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷനിൽ പോവുക. അതിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്നും പറഞ്ഞുകൊണ്ടൊരു സെക്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ആനിമേഷൻ ഓഫാക്കിയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ആനിമേഷൻ ഓഫ് ചെയ്യുക. പിന്നീട് ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ എന്നും പറഞ്ഞുകൊണ്ടൊരു ഭാഗം ഉണ്ടാവും. അവിടെ ആനിമേഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇത്രയാണ് ആ സൈഡിൽ ഡെവലപ്പർ ഓപ്ഷനകത്ത് ഇത്രയും കേസുകൾ സെറ്റാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ബാക്കിൽ സെറ്റിങ്സിൽ തന്നെ വരിക. സെറ്റിങ്സിൽ വന്നു വെച്ച് പിന്നെ സ്റ്റോറേജിൽ പോവുക. അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജിനകത്ത് ഉപയോഗിച്ച് ക്ലിയർ ക്യാച്ച് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ക്യാച്ച് ഡാറ്റ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ സെറ്റിങ്സിൽ ആപ്ലിക്കേഷനകത്ത് പോയിട്ട് നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നില്ലാത്ത നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ഒഴിവാക്കാനുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. പിന്നെ ബാക്കി ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. അത്രയൊക്കെയാണ് ഹാങ് ആകുന്ന മൊബൈലിൽ പൊതുവെ ചെയ്യാനുള്ളത്. പിന്നെ മെയിൻ കംപ്ലൈൻറ്റുകളിലെ കുറിച്ച് പറയാം. മെയിൻ കംപ്ലൈൻറ്റ് കീപാഡ് ഫോണാണെന്നൊരിൽ ഇതിൽ ലോഗോ ഓണാക്കുമ്പോൾ ലോഗോ വന്ന് നിൽക്കുന്ന കംപ്ലൈൻറ്റ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിൻ്റെ ചാർജിങ് കണക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ ചാർജിങ് കണക്ടർ നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ഫോൺ അഴിച്ചു നോക്കുക, വാട്ടർ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക. വെള്ളം കയറിയ സെറ്റുകളിൽ അങ്ങനെ സംഭവിക്കും. വെള്ളം കയറിയ സെറ്റുകളാണെന്നൊരു വളരെ ഭംഗിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ചാർജിങ് കണക്ടർ ക്ലീൻ ചെയ്തുകൊണ്ട് ശരിയാവത്തില്ല കേട്ടോ. ചാർജിങ് കണക്ടർ മാറ്റുക തന്നെ വേണം. മാറ്റി നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നോക്കുമ്പോൾ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ ചാർജിങ് കണക്ടർ ഷോർട്ടായിരിക്കും. പിന്നെ ഉള്ള മൊബൈലുകളിൽ പൊതുവെ ഞാൻ മൊബൈലുകൾ 2 ടൈപ്പ് മൊബൈലുകൾ, കീപാഡ് മൊബൈലായാലും ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിലുമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടിനും ഇതൊക്കെ ഏറെക്കുറെ ബാധകമാണ്. പവർ സ്വിച്ച് കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കണം. പവർ സ്വിച്ച് പ്രസ്സായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. അത് ഈ ആൻഡ്രോയിഡ് മൊബൈലിന് ചെറിയ സ്ട്രിപ്പുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ പവർ സ്വിച്ചോ വോളിയം സ്വിച്ചോ അപ്പോ ഡൗണോ ഏതെങ്കിലും കീകൾ ഏതെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. ചാർജിങ് പിന്ന് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇതിൻ്റെ പവർ സ്വിച്ചും വോളിയം സ്വിച്ചും. ഇത് മാക്സിമം കഴിയുന്നത്ര നിങ്ങൾ മാറ്റി പുറത്ത് വെച്ച് തന്നെ ചെക്ക് ചെയ്യുക. അതിൽ വെള്ളം കയറി ഇരിപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഈ ടൈപ്പ് കീപാഡ് ഫോണാണെന്നൊരു ഇങ്ങനെ ഒരു ഭാഗം കാണും. നിങ്ങൾ അഴിച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ക്ലീൻ അല്ലാതെ ഇരിപ്പുണ്ടോ, ഫംഗസ് പിടിച്ച് ക്ലീൻ അല്ലാതെ ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ പെട്രോൾ വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബബിളുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലൊട്ടിക്കുന്ന ബബിൾ, അത് ഏതെങ്കിലും പ്രസ്സായിട്ടിരിപ്പുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കേസാണ് വരുന്നത്, നിങ്ങൾ ചില ഡിസ്പ്ലേകൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം വരും.
ചില ഡിസ്പ്ലേകളുടെ കുഴപ്പം വരും. അത് നോർമൽ കേസ് അങ്ങനെ വരുന്നില്ല. നിങ്ങൾ പുതിയ ഡിസ്പ്ലേ ഇട്ടതാണെന്നൊരിൽ ചിലപ്പോൾ കോപ്പി ഡിസ്പ്ലേ ഒക്കെ ആണെന്നൊരു ചില മോഡലിൽ ഈ ലോഗോ വന്ന് നിൽക്കുന്ന ചില കംപ്ലൈൻറ്റുകളുണ്ട്. അത് കൂടുതലും മൈൻഡ് ചെയ്യേണ്ട. എന്നാൽ പുതിയ ഡിസ്പ്ലേ ഇട്ടതിന് ശേഷമാണ് ഈ കംപ്ലൈൻറ്റ് കാണാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വേറെ ഒരു ഡിസ്പ്ലേ ഇട്ട് നോക്കണം. ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ ഇട്ട് നോക്കണം. അത് ആൻഡ്രോയിഡ് ഫോണിനും സെയിമാണ്. ആൻഡ്രോയിഡ് ഫോണിന് ചിലപ്പം ടച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരാം. ടച്ച് വെള്ളം കയറിയിട്ട് ഈ ഭാഗത്ത് ടച്ചിൻ്റെ കണക്ടറിലോ ഈ ടച്ചിൻ്റെ 5 കണക്ഷൻ കയറുന്നുണ്ടല്ലോ, ആ ഭാഗത്തോ വെള്ളം കയറി പ്രശ്നം ഉണ്ടായാൽ, ഷോർട്ടായാൽ ടച്ചിൻ്റെ കേസ് വരാം, ഡിസ്പ്ലേയുടെ കേസും വരാം. അപ്പം വെള്ളം കയറിയിട്ടുള്ള കേസുകളാണെങ്കിൽ നോക്കുക. പിന്നെ ലോക്കൽ ഡിസ്പ്ലേ ആണെങ്കിലും അങ്ങനെയുള്ള കേസുകൾ വരാം. അപ്പോൾ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഗുണം ചെയ്യും. പിന്നെ വരുന്ന ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ്. സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കേസുകളിൽ റെഡി ആകാറുണ്ട്. ഈ മുമ്പ് പറഞ്ഞ ഹാർഡ്വെയർ കംപ്ലൈൻറ്റുകൾ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫുള്ളാവും, പക്ഷേ ഓണാക്കുമ്പോൾ ഇതുപോലെ ലോഗോ വന്ന് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കണം ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആണ്. ചില കേസുകളിൽ ലോഗോ വന്ന് നിൽക്കുന്ന കേസുകൾ കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽ റൈറ്റ് ചെയ്യുന്നതുകൊണ്ടും ചിലപ്പോൾ ചില റോങ് ഫയലുകളായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ സെയിം മോഡലുകളായിരിക്കില്ല, ചില വ്യത്യാസങ്ങൾ കാണും. പിന്നെ എങ്ങനെ ആയാലും വരാം. ചിലപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഫയൽ തന്നെ കറപ്റ്റഡ് ആയാലും മതി. അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ നല്ലൊരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. സെയിം മോഡൽ തന്നെ എടുത്തേച്ച് നിങ്ങൾ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആകുന്നതാണ്. പിന്നെ എന്നതേലും ഹാങ്ങിങ് ആയാലും ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് അയച്ച് ലോഗോ വന്ന് നിൽക്കുന്നതായിരിക്കും. ഇടയ്ക്കൊക്കെ ഓൺ ആകുന്നുണ്ടെന്നൊരു നിങ്ങൾ അകത്തുനിന്ന് സെറ്റിങ്സിൽ പോയി വെച്ച് ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ ഒരു തവണ ശ്രമിച്ചു നോക്കുക. അത് എല്ലാ ഫോണിലും നടന്നെന്ന് വരികയില്ല. എന്നതേലും ചാൻസ് ഉണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ഫാക്ടറി ഫുള്ള് വൈപ്പ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. പിന്നെ ചെറിയ ഷോട്ടിംഗ് ഉണ്ടെങ്കിലും ഏതെങ്കിലും കപ്പാസിറ്റർ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ലോഗോ വന്ന് നിൽക്കും. അങ്ങനെയുള്ള ഷൂട്ടിംഗ് ഉള്ള കേസുകളാണ് നമ്മൾക്ക് ബാറ്ററി കോണ്ടാക്റ്റിൽ ഷൂട്ടിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിങ് കാണിക്കും. വെള്ളം കയറിയ സെറ്റുകളിലാണ് അങ്ങനെയുള്ള ഷൂട്ടിങ്ങൊക്കെ കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഷൂട്ടിംഗ് ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ആ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ആ ഷൂട്ടിങ് മാറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകും. പിന്നെ ലോഗോ ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ചാനലിലൂടെ മൊബൈൽ സംബന്ധമായ മൊബൈൽ ടെക്നീഷ്യന് കുറച്ച് ഉപകാരപ്പെടുന്ന ട്രിക്സ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.